നിങ്ങളുടെ വിരലുകളിലേക്ക് ദീർഘനേരം നോക്കുമ്പോൾ അവ അന്യഗ്രഹ ജീവികളുടെ രൂപമായി മാറുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഏറ്റവും സാധാരണമായ കാര്യങ്ങൾ പോലും പൂർണ്ണമായും വിചിത്രമായി തോന്നാം. നമ്മെ ഉറക്കെ നിലവിളിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് നമ്മൾ ചിരിയെന്ന് വിളിക്കുന്നത്. ഓരോ ദിവസത്തിൻ്റെയും 1/3 ഭാഗവും ഉറക്കമെന്നറിയപ്പെടുന്ന മരണതുല്യമായ സസ്പെൻഡ് ചെയ്ത അനിമേഷനിൽ ചെലവഴിക്കുന്നതും നമ്മൾ സാധാരണമായി കരുതുന്നു. നമ്മുടെ തലച്ചോറ് എന്തുകൊണ്ടായിരിക്കും ഇത്തരം വിചിത്രമായ പെരുമാറ്റങ്ങളെ തികച്ചും സാധാരണമായി അംഗീകരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില വിവരങ്ങൾ മറക്കുന്നത് ഒട്ടും വിചിത്രമല്ല, പക്ഷേ നിങ്ങൾ എന്തിനാണ് ഒരു മുറിയിൽ പ്രവേശിച്ചതെന്നും നിങ്ങളുടെ കുട്ടിയുടെ പേര് പോലുള്ളവ മറക്കുന്നതും തീർച്ചയായും അല്പം വിചിത്രമാണ്. നമ്മുടെ തലച്ചോർ ചിലപ്പോൾ നമ്മെ ഇങ്ങനെ പരാജയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ മിക്ക ആളുകളിൽ നിന്നും വ്യത്യസ്തനാണ്. മരണത്തെക്കുറിച്ചുള്ള ചിന്തകളും വളരെ സ്വാഭാവികമാണ്. ജീവിക്കാനുള്ള ശക്തമായ ആഗ്രഹത്തിൽ മനുഷ്യർ ബന്ധിതരാണ്. എന്നിട്ടും നമ്മുടെ അനിവാര്യമായ അന്ത്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കിയിട്ടാണ് നമ്മുടെ മസ്തിഷ്കം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മറ്റൊരു ജീവിവർഗത്തിനും മരണത്തെക്കുറിച്ച് ഇത്തരം സങ്കീർണമായ ചിന്തകളില്ല. എന്നാലും അനിവാര്യമായ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ മനസ്സ് എന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ശക്തമായ വികാരങ്ങൾ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ കണ്ണുകൾ നനയുന്നത് അതിശയകരമല്ലേ? ദുഃഖം, സന്തോഷം, നിരാശ, ആശ്വാസം എന്നീ വികാരങ്ങൾക്ക് മറുപടിയായി കരയുന്ന ഒരേയൊരു ജീവിവർഗം മനുഷ്യനാണ്. എന്നാൽ മനുഷ്യർ മാത്രം വൈകാരികമായി കരയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യർ ക്രിസ്തുമതം, ഇസ്ലാം, ഹിന്ദുമതം തുടങ്ങിയ പ്രധാന വിശ്വാസങ്ങൾ പിന്തുടരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലായി മതം സംസ്കാരത്തെയും സമൂഹത്തെയും ദൈനംദിന ജീവിതത്തെയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. പാരമ്പര്യങ്ങളിലൂടെയും മൂല്യങ്ങളിലൂടെയും മനുഷ്യർ ചുറ്റുമുള്ള ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം എങ്ങനെ തുടങ്ങിയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?